വെൽക്കം ബാക്ക് ടു ജോസ് ദ ഇന്ത്യൻ ഫാമർ. ജൂലൈയിലെ ശക്തമായ മഴയൊക്കെ ഒതുങ്ങിയപ്പോൾ കഴിഞ്ഞ സൺഡേ എൻ്റെ വീടിൻ്റെ പിറകിൽ ഉള്ള കൃഷിസ്ഥലത്തേക്ക് ഒന്ന് ഇറങ്ങി. കൃഷിസ്ഥലം എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു 4 സെൻറ്റൊക്കെ കാണൂ. നേരത്തെ കണ്ടത് മാങ്ങഞ്ചി, ഈ കാണുന്നത് മാങ്ങഞ്ചി. അതിൻ്റെ പിറകിൽ ആ മതിലിനോട് ചേർന്ന് കണ്ടത് കസ്തൂരി മഞ്ഞളാണ്. ഈ കാണുന്നത് ഒരു സ്പെഷ്യൽ മിളകാണ്. ഇത് നോർത്ത് ഈസ്റ്റിൽ നിന്ന്, മണിപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ മിളകിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പേര് ബൂത്ത് ജലോക്കിയ എന്നാണ് അവിടങ്ങളിൽ പറയണത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും എരിവുള്ള മിളക് വെറൈറ്റിയാണ് ബൂത്ത് ജലോക്കിയ. ശരിക്കും ഭൂട്ടാനിലെയാണ് ഇത്. ഭൂട്ടാനിൽ നിന്ന് നമ്മുടെ നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇതിന്മേൽ ഒരു മിളക് ഇതേപ്പോൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്, ഈ മിളക്. അപ്പോൾ ഏറ്റവും എരിവുള്ള മിളകായിട്ട് ഗിന്നസിലും ഒക്കെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ ആരോ ഓവർടേക്ക് ചെയ്തു. അതാണ് ആ കണ്ട മിളക്. പിന്നെ ഇപ്പോൾ ഈ മഴയിൽ മുളച്ച് പൊന്തിട്ടുള്ളതാണ് കുമ്പളം, പൂട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ പടർന്ന് കയറിയിട്ടുണ്ട്. നിറയെ പാഴ്ചെടികളാണ് കുറേയൊക്കെ. ഇതൊരു തെങ്ങ് ഗംഗാബോണ്ടം വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് കാണും. 3 വർഷത്തിനുള്ളിലൊക്കെ നാളികേരം ഉണ്ടാവും എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ കുഴിയിൽ നിന്ന് അധികം പൊന്തിയിട്ട് തന്നെ ഇല്ല, പക്ഷേ വളർച്ചയുണ്ട്. ഇത് നമ്മുടെ നാടൻ കിഴക്കൻ മിളകാണ്. ഇതൊരു 3-4-5 ഗ്രോ ബാഗിലുണ്ട്. ഈ ഗ്രോ ബാഗിലുണ്ടായിരുന്നവർ കേടായി പോയി, അതിന് പകരം വേറെ റീപ്ലാന്റ് ചെയ്തു. കുറച്ച് മിളക് കിട്ടിയാൽ നിന്ന് തുരപ്പൻ്റെ ശല്യമുണ്ട്. ഈ വെള്ള ഗ്രോ ബാഗ് പ്രത്യേകിച്ചും കടിച്ച് കീറി, ഈ കാണുന്ന ഗ്രോ ബാഗൊക്കെ സൈഡിലൊക്കെ കടിച്ച് കീറി വെച്ചിരിക്കുക. എന്താ ചെയ്യുക? അപ്പോൾ ഈ മഴയും കൂടി ആയപ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ഇതൊക്കെ കിഴക്കൻ മിളകാണ്. ഇതുമ്പോൾ മിളകുണ്ട് ഒരു 2-3 എണ്ണമൊക്കെ. അപ്പോൾ അത്യാവശ്യം വരുമ്പോൾ ഒന്ന് പിന്നിലേക്ക് ഇറങ്ങി വന്നാൽ കുറച്ച് മിളക് കിട്ടണം എന്നുള്ളൊരു ഇതിലാണ് അത് പ്ലാന്റ് ചെയ്തത്. അതൊരു ഓർണമെൻ്റൽ പ്ലാന്റാണ്. വാഴകൾ ഒരു 2-3 വെറൈറ്റി ഉണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നേരത്തെ കണ്ടത്, മൈസൂർ പൂവനാന്ന് തോന്നുന്നു. പിന്നെ അവിടെ കണ്ടത് ഒരു പച്ച പ്ലാന്റ്, ബിരിയാണി കൈത എന്ന് പറയും. ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു അരോമാറ്റിക് നല്ല മണമുള്ളൊരു ലീഫാണ് അതിൻ്റെ. ഇതൊരു ചെറിയ കുരുമുളക് ചെടി. കുറച്ച് തിരിയിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് കാര്യമായിട്ട് ഈൽഡ് കിട്ടിയിട്ടില്ല. കുറച്ച് കൊല്ലങ്ങളായി അത് അവിടെ നിൽക്കണു. പിന്നെ ഇതൊരു നേരത്തെ കണ്ടത്, ഇത് നമ്മുടെ ചങ്ങലം പരണ്ട എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു ഔഷധ ചെടിയാണ് അത്. ഇത് വിയറ്റ്നാം സൂപ്പർ എയറിൽ ഇപ്പോൾ ഞാൻ പ്രൂൺ ചെയ്യുന്നതിന് ശേഷം മഴയിലൊക്കെ കാര്യമായിട്ടൊക്കെ ഗ്രോത്ത് ഉണ്ട്. അതിന് മഴയിലും ഇതുമ്മ ചക്ക ഉണ്ടാവാറുണ്ട്. എനിക്ക് ഇടയ്ക്ക് ചക്ക ഉണ്ടായി കിട്ടുന്നുണ്ട് ഇതുമെന്ന്. ഇത് കൂവായി പറയുമ്പോഴും തുരപ്പനൊക്കെ തിന്നു പോലാണ്. എനിക്കധികം കാര്യമായിട്ട് കിട്ടിയിട്ടില്ല ഇതിൽ നിന്ന്. കൂവയുടെ ഇലകൾ ശ്രദ്ധിച്ചാലറിയാം വ്യത്യാസമുണ്ട്. മഞ്ഞളിൻ്റെ പോലെയല്ല, ആരോ റൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയണത്. ഇവിടെയൊക്കെ കുറച്ച് ഈ വാഴ ഉണ്ടായാൽ പറമ്പിൽ കണ്ടമാനം വേസ്റ്റ് വരും, വാഴ തെങ്ങിൻ്റെ ഇതൊക്കെ. ഇപ്പോൾ മഴ ആയതുകൊണ്ടൊന്നും മാനേജ് ചെയ്യാൻ പറ്റണില്ല. ഇത് നല്ല ഭംഗിയായിട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കണം നമ്മുടെ പനിക്കൂർക്ക. തമിഴ്നാട്ടിൽ നിന്ന് ഓട്ടൻചാത്തത്തിൽ നിന്ന് വാങ്ങിയ കമ്പ് വെച്ചിട്ടുള്ള മുരിങ്ങയാണ് കണ്ടത്. ഈ കാണുന്നത് ഒരു റെഡ് ലേഡി പപ്പായ. ഇപ്പോൾ ആ പോസ്റ്റ് നേരത്തെ കണ്ടതിൻ്റെ അത്രയും ഹൈറ്റിൽ പോയിട്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തു. നമ്മൾ കട്ട് ചെയ്തില്ലെങ്കിൽ KCB കട്ട് ചെയ്തു. അപ്പോൾ ഒക്കെ മൊത്തത്തിൽ പറമ്പിൽ നിറയെ പച്ചപ്പുണ്ട്, പക്ഷെ അതിൽ കുറേയൊക്കെ പാഴ്ചെടികളാണ്. ഇതൊരു വേപ്പ്. ഇത് വീടിൻ്റെ പിറകിലും റോഡുണ്ട്. ഫ്രണ്ടിൽ ഉള്ള പോലെ തന്നെ പിറകിലും റോഡുണ്ട്, അവിടെയും വീടുകളുണ്ട്. ഇതൊരു പുളി, നമ്മുടെ ഇരുമ്പമ്പുളി എന്ന് പറയും തൃശ്ശൂർ. ഇത് ഒരു നിലക്കടലയുടെ ചെടികളാണ്, 2-3 എണ്ണം. ഞാൻ നേരത്തെ പറഞ്ഞ മുരിങ്ങ തൈ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതെന്ന് ആ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയതാണ് അത്. ഇതൊരു ജാതി മരം, ഒരു ഞാവൽ മരം. ആ മഴയുടെ ഇതാണ് കാണുന്ന മോസ് പച്ച, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഗ്രോ ബാഗിൽ കുറച്ച് ചെടികൾ. ഇത് ചായമാൻസയുടെ ഒരു തൈയാണ്. വലിയൊരു മരം തന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ തന്നെ മറിഞ്ഞു വീണു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്തൂരി മഞ്ഞളിൻ്റെ കുറച്ച് ചെടികൾ അവിടെ നിൽക്കുന്നുണ്ട്. നോണി ഒരു ചെടിയുണ്ട്, വലുതായി അത്യാവശ്യം.
ഇത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു. ഇത് ഫോർട്ട് കൊച്ചി ഭാഗത്തുനിന്ന് ഈ കായലോരത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവച്ചതാണ്. ഈ കാണുന്ന മഞ്ഞൾ ഇതുപോലെ തന്നെ മണിപ്പൂർ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മഞ്ഞൾ ലക്കഡോങ് എന്ന് പറഞ്ഞിട്ട് മേഘാലയയിലൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. കൂടുതൽ കർക്കുമിൻ കണ്ടൻറ്റുള്ള ഒരു മഞ്ഞളാണ്. ഒരു വാഴ വീണ് എടുക്കണു. ഒരു ഗ്രോ ബാഗിൽ കുറച്ച് പുതിന പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി, അങ്ങനെ പലതരം സാധനങ്ങൾ പിറകിൽ കുറച്ച് ഗ്രോ ബാഗിൽ നിൽക്കുന്നുണ്ട്. ഇതൊരു പ്ലാവിൻ്റെ ഒരു വെറൈറ്റിയാണ്. എന്താണ് ഇതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാനിതിൻ്റെ ഒരു റിങ്ങൊക്കെ ഇട്ട് കൊടുത്ത് നോക്കി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ശാഖകൾ പൊട്ടി മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും അതിന്മേൽ. ഇതൊരു ഇസ്രായേൽ നാരകമാണ്. അതുമേയും ഇതുവരെ ഒന്നും ഉണ്ടായില്ല. പൂട്ട് 1-2 പ്രാവശ്യം, പക്ഷേ വർഷങ്ങളായിട്ട് നിൽക്കണു, ഒന്നും ഉണ്ടാവണില്ല. ഇത് കാലാപ്പാടി ഒരു നേരത്തെ കണ്ട ഒരു ചെറിയ മാവും തൈയാണ്. അതുമ്പോൾ എനിക്ക് ഒരു മാങ്ങ ഉണ്ടായി കിട്ടി. ദിസ് വൺ കാലാപ്പാടി നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇതൊരു അത്തിയുടെ ഒരു ചെടി. ഇതതുപോലെ തന്നെ റെഡ് ലേഡി, നേരത്തെ കണ്ട റെഡ് ലേഡി എന്നുള്ള കുരുമുളപ്പിച്ച് ഉള്ള ഒരു ഇതാണ്. ഒരു 3-4 പപ്പക്കായ ഉണ്ട്. ഇവിടെ തൃശ്ശൂർ പപ്പക്കായ എന്ന് പറയാം കേട്ടോ, ഓമക്കായ എന്നൊക്കെ പറയും. ദിസ് ഇസ് മൾബറി. ഇതുമേയും കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. പക്ഷേ ഈ മഴ കാരണം ഇറങ്ങി കൊതുകിൻ്റെ ശല്യമുണ്ട്. എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ അറിയാം, ഡെങ്കിപ്പനി, പലതരം പനികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറകിലേക്ക് ഇറങ്ങൽ തന്നെ കുറവാണ്. ഇത് മാങ്ങഞ്ചി നമ്മുടെ നാടൻ ഇഞ്ചി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, കൂവ, മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ ഒക്കെ ഉണ്ട്. ഇതുമേയും പലയിടത്തായിട്ട് ഈ ചങ്ങലം വരണ്ടയുണ്ട്. ഒരു നല്ല ഔഷധ സസ്യമാണ്. കുറച്ച് സാമ്പാർ ചീര, അതിൻ്റെ ഇടയിൽ ഇത് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ ഒരു ചെടിയുണ്ട്. ചെടിയല്ല, അത് കുറച്ച് സ്പ്രെഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇഞ്ചി, ഇവിടെയൊക്കെ ഇനി ക്ലീൻ ചെയ്യണം. കണ്ടമാനം ഇലകളും ഇതുകളൊക്കെ വീണ് കിടക്കുകയാണ്. ഇത് മലബാർ ചെസ്റ്റ്നട്ട്. ഇത് നമ്മുടെ കുറ്റിക്കുരുമുളകിനുള്ള ആ ഒരു പ്ലാന്റാണ്. ഫൈനലി ദിസ് ഇസ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പിന്നാമ്പുറത്തുള്ള വിശേഷങ്ങൾ. താങ്ക് യു.